രാവിലെ തന്നെ ഞാൻ മോളെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. സ്കൂളിലേക്ക് വിട്ടിട്ട് ഹസ്ബൻഡിന് ഷുഗർ നോക്കണം എന്ന് പറഞ്ഞു. വീട്ടിൽ തന്നെ മെഷീനിലുണ്ട്. ജസ്റ്റ് ഒന്ന് ഷുഗർ നോക്കിയിട്ട് അതൊരു കാലിച്ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ വണ്ടിയിൽ കാറ്റ് കുറവായത്. അപ്പോൾ കാറ്റൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയി. ഞാൻ കാഞ്ഞങ്ങാട് ബോംബെ മാച്ചിങ് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കാറും. അപ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മോളെ സ്കൂളിലേക്ക് പോയി. ഇപ്പോൾ എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു 12:15 വരെ മാത്രമേ സ്കൂളുള്ളൂ കേട്ടോ. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് തന്നെ വീട്ടിലേക്ക് നമ്മൾ ടൗണിൽ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ അവളെ കൂട്ടാൻ നിന്നതും. കൂട്ടിയിട്ട് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾ വന്നു. അവളെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലെത്തി. ചെറുതായിട്ടൊരു പനിയുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി മാത്രമാണ് പനി വരുന്നത്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. 2:30 ആകുമ്പോഴാണ് കേട്ടോ വരാൻ വേണ്ടി പറഞ്ഞതും. നേരെ അവിടെ ക്ലിനിക്കിലേക്ക് എത്തി. ഡോക്ടറെയൊക്കെ കാണിച്ചു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഹസ്ബൻഡ് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ആഗസ്റ്റ് 15 അന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ വക ഞാൻ 2 ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഷവർമ കഴിക്കാൻ വേണ്ടി പോയിട്ടാണ്. അവൾക്ക് പനിയാണെങ്കിലും അവൾക്ക് പുറത്തെ ഫുഡിനോടാണ് കേട്ടോ താല്പര്യം. കഞ്ഞിയും കാര്യങ്ങളും അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അവർ ഷവർമയും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ.